Revit MEP മലയാളം ട്യൂട്ടോറിയലിന്റെ 7ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എന്താണ് പിൻ ആൻഡ് അൺപിൻ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. മോഡിഫൈ ടാബിനകത്ത് 7ാമത്തെ ഒരു ടൂളാണ് അൺപിൻ, 8ാമത്തെ ഒരു ടൂളാണ് പിൻ. എന്താണ് ഈ രണ്ട് ടൂളും, അല്ലെങ്കിൽ എന്തിനാണ് ഈ രണ്ട് ടൂളും ഉപയോഗിക്കുന്നത് എന്നുള്ള നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ആർക്കിടെക്ചറിലേക്ക് വന്ന് ഇവിടെ വോള് സെലക്ട് ചെയ്തു. ഇവിടെ ഒരു വോള് വെച്ചുകൊണ്ടൊരു സ്ട്രക്ചർ വരയ്ക്കുകയാണ്. ഓക്കെ, നിലവിലെ ഈ ഒരു സ്ട്രക്ചർ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അലൈൻ ചെയ്യാനായിട്ട് പറ്റും, മൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സൈസ് ചേഞ്ച് ചെയ്യാൻ കഴിയും, എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ നമുക്കിവിടെ പിൻ കൊടുത്തു കഴിഞ്ഞാൽ മോഡിഫൈ ടാബിനകത്ത് ഈ ഒരു എലമെന്റിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യും. ഏതൊക്കെയാണോ നമുക്ക് പിൻ ചെയ്യേണ്ടത് ആ ഒരു എലമെന്റിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്തതിനു ശേഷം മോഡിഫൈ ടാബിനകത്ത് പിൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ മൂവ് ചെയ്യാനായിട്ട് കഴിയില്ല. അതായത് ഇപ്പോൾ വലിയൊരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ പിൻ ചെയ്തിടേണ്ടി വരും. കാരണം ഏതൊരു തരത്തിലും അതിന് പ്രത്യേകിച്ച് മൂവ്മെന്റോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അലൈൻമെന്റ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് പിൻ ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പിൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ പിൻ കൊടുത്തതിന് ശേഷം ഇവിടെ താഴേക്ക് വന്നിട്ട് ഈ ഒരു ഓപ്ഷനും കൂടെ എനേബിൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിൻ ചെയ്തിട്ടുള്ള ആ ഒരു എലമെന്റ് പിന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പോലും സാധിക്കത്തില്ല. ഇനി ഈ ഒരു എലമെന്റ് സെലക്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമുക്ക് നോക്കാം, പറയാം ഇവിടെ ഒന്ന് മൗസ് ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് സെലക്ട് ആവത്തില്ല. കാരണം പിന്നഡ് ആയിട്ടുള്ള എലമെന്റ് എല്ലാം ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഞാൻ അൺടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് കഴിയും. സെലക്ട് ചെയ്യാൻ കഴിയുമെന്ന് വെച്ചിട്ട് നമുക്ക് ഇതിനെ മൂവ് ചെയ്യാനോ ഒന്നും സാധിക്കത്തില്ല. കാരണം ഇവിടെ ലോക്ക് ആണ് അല്ലെങ്കിൽ പിന്നാണെന്നുള്ളത് കാണിച്ചു തരും. പക്ഷേ എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഈ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു എലമെന്റിനെ വേണമെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി എടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു എലമെന്റ് മൊത്തത്തിൽ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത ശേഷം ഇവിടെ മോഡിഫൈ ടാബിനകത്തേക്ക് വന്നതിന് ശേഷം ഇവിടെ കോപ്പി എടുത്തു. ഓക്കെ, കോപ്പി എടുത്തതിന് ശേഷം ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാണ്. ഓക്കെ, ഇങ്ങോട്ട് മാറ്റി വെച്ചു. മാറ്റി വയ്ക്കാതെ ഇതിൻ്റെ ഒരു കോപ്പി നേരെ എടുത്തു ഇങ്ങോട്ട് വെച്ചു. പക്ഷേ ഇവിടെ എനിക്ക് ഇത് പിന്നായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ പുതുതായിട്ട് വന്ന ആ ഒരു എലമെന്റ് പിന്നല്ല. നമുക്ക് അതിൽ എന്ത് മോഡിഫിക്കേഷൻ വേണമെങ്കിലും ചെയ്യാം. കാരണം ഇത് പുതിയൊരു എലമെന്റ് ആണ്. ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. എന്നാൽ ഇതിനെ വേറൊന്നും നമുക്ക് ഇതിന് ചെയ്യാനായിട്ട് കഴിയില്ല. മൂവ് ചെയ്യാൻ കഴിയത്തില്ല. പിന്നെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അതൊന്നും സാധിക്കത്തില്ല. കാരണം ഇതെല്ലാം പിന്നാണ്. ഇനി നമുക്ക് ഇതിനെ മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് അൺപിൻ ചെയ്യാം. അൺപിൻ ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് ഇത് മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ അൺപിൻ കൊടുത്താലും മതിയാവും. ഇതാണ് പിൻ ടൂളും അൺപിൻ ടൂളിന്റെ ഉപയോഗം.